നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ക്ലോക്ക് അതിൻ്റെ മെക്കാനിസമാണ് ഈ കാണുന്നത്. അപ്പോൾ ക്ലോക്കിൻ്റെ മോട്ടറോ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ എഞ്ചിൻ ഇങ്ങനെയൊക്കെ നമുക്കിനി പറയാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയുടെ ക്ലോക്ക് മുതൽ ഏറ്റവും ടോപ്പ് മോഡൽ ക്ലോക്കിന് വരെയും ഈ ഒരു സെയിം മെക്കാനിസം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഉപയോഗിക്കുന്ന ക്ലോക്കുകൾ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അധികം പൈസ മുടക്കേണ്ട ഈ ഒരു സാധനം നേരെ മേടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു മെക്കാനിസം അതുപോലെ ബാറ്ററിയും കൂടി നമുക്ക് 70 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതുകൂടാതെ 1 ഇയർ വാറണ്ടിയും ഉണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള മെക്കാനിസം ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ക്ലോക്കുകളൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ അവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിലും ഇതുള്ള മെക്കാനിസം മേടിക്കാൻ കിട്ടും. ഞാൻ ഈ ഒരു മെക്കാനിസം മേടിച്ചത് ക്ലോക്കൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നാണ്. 70 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. അതുപോലെ ഇങ്ങനെയുള്ള ക്ലോക്കിൻ്റെ മെക്കാനിസം കിട്ടും. അതുപോലെ ടൈം അലാറത്തിൻ്റെ മെക്കാനിസം കിട്ടും. ടൈം അലാറത്തിൻ്റെ മെക്കാനിസത്തിന് 120 രൂപയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയുടെ ക്ലോക്ക് മുതൽ ഏറ്റവും ടോപ്പ് മോഡലിലെ ക്ലോക്ക് അതിനകത്തെല്ലാം ഈ ഒരു സെയിം മോഡൽ മെക്കാനിസം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എനിക്കിതിൻ്റെ കൂടെ കിട്ടിയ ബാറ്ററി ഇതായിരുന്നില്ല, വേറൊരു ബാറ്ററി ആയിരുന്നു. അപ്പോൾ തൽക്കാലത്തെ ചെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ള ക്ലോക്ക് കംപ്ലൈൻ്റ് ആയി ഇതുപോലെ ഒരു മെക്കാനിസം മേടിച്ച് നമുക്ക് തന്നെ നന്നാക്കി എടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് സൂചി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ സെറ്റപ്പ് ഈ രീതിയിലാണ്. ചെറിയൊരു നെട്ടും അതുപോലെ റബ്ബർ ബുഷും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലോക്ക് സർവീസ് എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് വലിയ ടൂൾസോ കാര്യങ്ങളൊന്നും വേണ്ട. ക്ലോക്കിൻ്റെ ആ ഒരു പുറമേയുള്ള കവർക്ക് അടിക്കണമെങ്കിൽ മാത്രം ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. അതുപോലെ ഈ ഒരു റബ്ബർ ബുഷ് ഇത് നമുക്ക് എല്ലാത്തിനും ഇടേണ്ട ആവശ്യമില്ല, ചില ക്ലോക്കുകൾക്ക് മാത്രം ഇട്ടാൽ മതി. പഴയ ക്ലോക്കിൻ്റെ മെക്കാനിസം മാറിയിട്ട് ഈ ഒരു പുതിയ മെക്കാനിസം പിടിപ്പിക്കുന്ന സമയത്ത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഈ റബ്ബർ ബുഷ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമുക്കിങ്ങനെയുള്ള ക്ലോക്കിൻ്റെ ഒരു മെക്കാനിസം മേടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡിസൈനിൽ നമുക്ക് ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഇനി ഈ ഒരു ക്ലോക്കിൻ്റെ ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലോക്ക് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിനകത്ത് ഈ റബ്ബർ ബുഷിൻ്റെ ആവശ്യമില്ല, നേരെ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു പുതിയ മെക്കാനിസം ഇങ്ങനെ പിടിപ്പിക്കുന്ന സമയത്ത് ലൂസാണെങ്കിൽ മാത്രം, അതായത് ടൈറ്റ് ചെയ്തിട്ടും ഇളകുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു റബ്ബർ ബുഷ് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കിതിനകത്ത് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ നെട്ടിട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെക്കാനിസം പിടിപ്പിക്കുന്ന പരിപാടി ഇത്രേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഇനി ഇതിലേക്ക് നമുക്ക് സൂചികൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ സൂചിയൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഇത് ബാക്ക് സൈഡും കൂടെ നോക്കുക, കറക്റ്റ് ലെവലായിട്ടാണോ ഇരിക്കുന്നതെന്ന്. ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് നേരെ വെക്കുക. മെക്കാനിസത്തിൻ്റെ ബാറ്ററി ഇടുന്ന ആ ഒരു ഭാഗം അത് അടിയിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഓരോ സൂചികളിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇപ്പം കൂടുതലായിട്ടും ക്ലോക്കുകളിലൊക്കെ മെക്കാനിസം കംപ്ലൈൻ്റ് ആകുന്ന ബാറ്ററി പൊട്ടി ലീക്കായിട്ടാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള സൂചികൾ മേടിക്കാൻ കിട്ടും പുതിയത്. ഞാനിവിടെ പഴയതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് മണിക്കൂർ സൂചിയാണ്. അതുപോലെ ആദ്യമേ സൂചികളെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാറ്ററി ഇടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സൂചി കറക്റ്റ് ലെവലിൽ വെച്ച് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മളിങ്ങനെ സൂചി സെറ്റ് ചെയ്യുന്ന സമയത്ത് 3 സൂചികളും കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ വെക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ 12 മണിയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 3 സൂചികളും കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ 12 മണിയായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ മണിക്കൂർ സൂചി, രണ്ടാമത് മിനിറ്റ് സൂചി, മൂന്നാമതാണ് സെക്കൻഡ് സൂചി പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 3 സൂചികളും കറക്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ ഇതിലൊന്നും പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലോക്കിൻ്റെ അതേ ഒരു മെക്കാനിസം തന്നെയാണത്. അതുപോലെ ഇങ്ങനെയുള്ള മെക്കാനിസം മേടിക്കുകയാണെങ്കിൽ ഏത് കമ്പനിയുടെ ക്ലോക്കിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെക്കാനിസം ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം ക്ലോക്ക് വേറൊരു കമ്പനി, മെക്കാനിസം വേറൊരു കമ്പനി, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഏകദേശം കോമൺ ആയിട്ടുള്ള മെക്കാനിസം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററിയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈം ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ആ ഒരു മെക്കാനിസത്തിൻ്റെ ബാക്കിലുള്ള റെഡ് നോബ് അതിൽ പിടിച്ച് തിരിച്ചാൽ മതി. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കുകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ മുടക്കി പുതിയ ക്ലോക്ക് മേടിക്കേണ്ട, ആ ഒരു മെക്കാനിസം ചേഞ്ച് ചെയ്ത് ഇതുപോലെ പുതിയൊരു മെക്കാനിസം മേടിച്ച് വെച്ചാൽ മതി. അതുപോലെ ഞാനിവിടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ടൈം അലാറത്തിൻ്റെ ടൈം ഷീറ്റാണ് എടുത്തത്. സൂചി വേറൊരു വലിയ ക്ലോക്കിൻ്റെയാണ്, അതുകൊണ്ടാണ് ഇവിടെ സൂചി വലുതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളുണ്ടോ കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്ലോക്കിൻ്റെ മെക്കാനിസത്തിന് 70ഉം ടൈം അലാറത്തിൻ്റെ മെക്കാനിസത്തിന് 120ഉമാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിലെ ക്ലോക്കുകൾ കംപ്ലൈൻറ്റ് ആകുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു മെക്കാനിസം സർവീസ് ചെയ്ത് അത്രയും പൈസ ചിലവാക്കുന്നതിന് പകരം ആ ഒരു മെക്കാനിസം തന്നെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ക്ലോക്കിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് തന്നെ കസ്റ്റമായിട്ടുള്ള നമ്മുടെ ഡിസൈനിലുള്ള ക്ലോക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഈ ഒരു മെക്കാനിസം മേടിച്ചാൽ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.